എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വലിയ മാറ്റം സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതൊരു പക്ഷേ നല്ലൊരു ജോലിയാവാം, സമ്പത്താവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എന്തെങ്കിലും പ്രിയപ്പെട്ടതാവാം. നമ്മളെല്ലാവരും ആഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാറുണ്ട്, പല വഴികൾ നോക്കാറുമുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു രഹസ്യമുണ്ട്. അത് മറ്റെവിടെയുമല്ല, നിങ്ങളുടെ വീട്ടിലെ ആ ഒരു കണ്ണാടിക്കുള്ളിലുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മിറർ ഇൻ മാനിഫെസ്റ്റേഷൻ എന്ന അതിശക്തമായൊരു രീതിയെക്കുറിച്ചാണ്. ഇതൊരു സാധാരണ വീഡിയോ അല്ല, ഇതൊരു മാസ്റ്റർ ക്ലാസ് ആണ്. ഈ ഒരു നിമിഷം നിങ്ങൾ എന്നോടൊപ്പം ചിലവഴിച്ചാൽ പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് എങ്ങനെ ആകർഷിക്കാം എന്നതിൻ്റെ കൃത്യമായ ബ്ലൂ പ്രിന്റ് ഞാൻ നിങ്ങൾക്ക് നൽകാം. ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം ഇതിൻ്റെ ഓരോ ഭാഗത്തും ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ കണ്ണാടിയെ ഇതിനായിട്ട് തിരഞ്ഞെടുത്തത്? പലരും കരുതുന്നത് കണ്ണാടി വെറുമൊരു ഗ്ലാസ് ആണെന്നാണ്. പക്ഷേ അല്ല. നിങ്ങളുടെ ഉപബോധ മനസ്സ് എന്നത് ഒരു വലിയ സമുദ്രം പോലെയാണ്. നമ്മൾ ദിവസവും ചിന്തിക്കുന്ന നെഗറ്റീവ് ചിന്തകൾ അവിടെ അടിഞ്ഞുകൂടുന്നു. കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് മറ്റാരെയുമല്ല, നിങ്ങളുടെ സ്വന്തം അസ്തിത്വത്തെ തന്നെയാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മൾ എന്തിനാണോ ശ്രദ്ധ കൊടുക്കുന്നത് അത് നമ്മുടെ മസ്തിഷ്കം വലുതാക്കി കാണിക്കുന്നു. ചുവന്ന പേന ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ചുവപ്പ് എന്നത് ഊർജത്തിന്റെ നിറമാണ്. ഇത് കാണുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് ഒരു പ്രധാനപ്പെട്ട സിഗ്നൽ ലഭിക്കുന്നു. ഇതൊരു സാധാരണ കാര്യമല്ല, ഇതൊരു അർജന്റായ ഒരു കാര്യമാണ്. കണ്ണാടിയിലൂടെ നിങ്ങളുടെ തന്നെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ സ്വയം ഒരു പുതിയ റിയാലിറ്റിയിലേക്ക് ട്യൂൺ ചെയ്യുകയാണ്. നിങ്ങൾ സ്വയം തിരിച്ചറിയുന്ന ആ നിമിഷമാണ് മാനിഫെസ്റ്റേഷന്റെ തുടക്കം. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം വളരെ ശാന്തമായ ഒരു സ്ഥലം കണ്ടെത്തണം. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് മാത്രം ഇത് ചെയ്യുക. നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ആരും നിങ്ങളെ ശല്യം ചെയ്യാത്ത ഒരു അന്തരീക്ഷത്തിൽ പോയിരിക്കുക. ആദ്യം കണ്ണാടി നന്നായി തുടച്ച് വൃത്തിയാക്കുക. ആ കണ്ണാടിയിൽ പൊടിയില്ലാതെ ക്ലിയർ ആക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ എല്ലാ നെഗറ്റീവ് ചിന്തകളും നീങ്ങുന്നെന്ന് സങ്കല്പിക്കുക. അതായത് നിങ്ങൾ ഒരു കണ്ണാടി എടുത്ത് ആ ഒരു കണ്ണാടി നിങ്ങൾ തുടച്ച് വൃത്തിയാക്കണം. അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിപടലങ്ങളെല്ലാം മായ്ച്ചു കളയണം. ആ മായ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലെ എല്ലാ നെഗറ്റീവ് ചിന്തകളും നീങ്ങുന്നതായിട്ട് വേണം സങ്കല്പിക്കാൻ. ഇനി ഒരു ചുവന്ന പേന എടുക്കുക. കണ്ണാടിയുടെ ഒരു വശത്ത് നിങ്ങളുടെ ആഗ്രഹം ഒരൊറ്റ വാക്കിൽ എഴുതുക. ഉദാഹരണത്തിന് സക്സസ്. ഇതുപോലെ എഴുതുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞു എന്ന ഭാവത്തിൽ വേണം എഴുതാൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്കത് സംഭവിച്ചതായ മനസ്സിൽ കണ്ട് വേണം എഴുതാൻ. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ഒന്നായിട്ടല്ല എഴുതേണ്ടത്, ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നായിട്ട് വേണം എഴുതാൻ. എഴുതിയ വാക്കിന് മുകളിൽ നിങ്ങളുടെ വലത് കൈവിരൽ വെക്കുക. കണ്ണാടിയിലേക്ക് നോക്കി നിങ്ങളുടെ സ്വന്തം കണ്ണുകളിലേക്ക് തന്നെ 15 സെക്കൻഡ് കണ്ണ് ചിമ്മാതെ നോക്കിയിരിക്കുക. ആ നിമിഷം ആ വാക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് സങ്കല്പിക്കുക. ആ ആഗ്രഹം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇതൊരു പുതിയ കാര്യമാണെന്ന് തോന്നാം, പക്ഷേ ഇത് പരീക്ഷിച്ച പലർക്കും അത്ഭുതകരമായ ഫലമാണ് ലഭിച്ചത്. ഇത് കേവലം ഭാഗ്യമല്ല, അവരുടെ മനസ്സിന്റെ ഒരു ശക്തിയാണ്. നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ളിൽ ഇത്രയും വലിയൊരു ശക്തിയുണ്ട്. അത് പുറത്തെടുക്കുക മാത്രമാണ് വേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മാനിഫെസ്റ്റേഷൻ വർക്കാകാത്തതിന് പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങളാണ് ഉള്ളത്. അതിലൊന്നാമത്തെ കാര്യം അക്ഷമയാണ്. ഇത് നടക്കുമോ എന്ന് നിങ്ങൾ എപ്പോഴും ചോദിച്ചാൽ പ്രപഞ്ചത്തിന് അത് തരാൻ വേണ്ടിയിട്ട് കഴിയില്ല. രണ്ടാമത്തെ കാര്യം സംശയം. എഴുതിയ ശേഷം അത് നടക്കില്ല എന്നൊരു തോന്നൽ വന്നാൽ ആ പ്രക്രിയ അവിടെ അവസാനിച്ചു. മൂന്നാമത്തെ കാര്യം ലെറ്റിംഗ് ഗോ ചെയ്യാത്തതാണ്.
ആഗ്രഹം പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്. വിശ്വസിക്കുക. നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് വന്നുവെന്ന് ഉറച്ച് വിശ്വസിക്കുക. ഇനി നമുക്ക് ഒരുമിച്ച് ചെയ്യാം. എല്ലാവരും പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ആഴത്തിൽ ശ്വാസം എടുക്കുക. 1 മിനിറ്റ് ഞാനൊരു മ്യൂസിക് നൽകും. ഈ സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കഴിഞ്ഞു എന്ന് സങ്കല്പിക്കുക. ആ സന്തോഷം നിങ്ങളുടെ മുഖത്ത് കൊണ്ടുവരിക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞതായിട്ട് സങ്കല്പിച്ച് ആ ഒരു നിമിഷം നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ആ ഒരു സന്തോഷം നിങ്ങൾ അനുഭവിക്കുക. ഓക്കെ, ഇനി നിങ്ങളുടെ കണ്ണുകൾ പതുക്കെ തുറക്കാം. നിങ്ങൾ തയ്യാറാണ്. ഈ 3 ദിവസം ഇത് കൃത്യമായി ചെയ്യുക. വിശ്വസിക്കുന്നവർ കമൻറ്റിൽ ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുന്ന ഒരു പ്രതിജ്ഞയാണ്. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക.